ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഉറങ്ങാനിട്ടാ. ഇപ്പോൾ സമയം 3:45, പുലർച്ചെ 3:45. ഒന്ന് ഫ്രഷ് ആയിട്ടാ. ഓക്കെ. ഹായ് ഗായ്സ് ഒന്ന് കൂർഗിലേക്ക് പോയാട്ടാ, കർണാടക. തമാശയിൽ വർക്കുണ്ട്, ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഒരു കല്യാണ വർക്കിന് പോയാട്ടാ. ഇപ്പോൾ സമയം 4 മണിയായി. അത് 2-3 മണിക്കൂർ ഓട്ടോ ഉണ്ട്. നമ്മുടെ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്, പുറത്തുണ്ട്. അപ്പോൾ ഓനെയും കൂട്ടിയിട്ട് നേരെ പോകും. നമ്മളെ ബർഗ്മേനിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 4 മണി, 5 മണി, 6 മണി, 7 മണി, ഒരു 7-8 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. ഓക്കെ. അപ്പം വിടാം. പിന്നെന്താണ്, ഇപ്പോൾ 4:12 ഓക്കെ ഗായ്സ്. അപ്പോൾ ക്യാമറ റെഡി. പിന്നെന്തെടുക്കാനില്ലേ? ഓക്കെയാണ്. പിന്നെ ചായ കുടിച്ച് തഫിയതിനിടയ്ക്ക് ചായ ആക്കി തന്നു. ഞാൻ ചായ കുടിച്ച് വിടാം, പോവാൻ ഗായ്സ്. ഇല്ലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അതിനിടയ്ക്ക് ഫാൻ നിർത്തിനെ, ഇനിയും ഉറങ്ങുന്നുണ്ട്. നല്ല ചൂടല്ലേ. വാ പോവാൻ ഗായ്സ്. ഒരു ഓവർകോട്ട് വലിച്ചേറ്റിട്ടുണ്ട്, തണുപ്പായതുകൊണ്ട്. പക്ഷെ നല്ല തണുപ്പായിരിക്കും, മഞ്ഞായിരിക്കും. വാടച്ചോ വാ കയറി. നമ്മൾ ട്രിപ്പ് പോയി. ട്രിപ്പ് ഗായ്സ് ഇരുന്നേ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെറിയ തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ട് ഗായ്സ്, തണുപ്പുണ്ട്. ഇനി അങ്ങെത്തുമ്പോൾ ഒരുപക്ഷെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഏതായാലും കുറച്ച് വെളിച്ചം വരച്ചോട്ടോ, എന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരു ഇത് കൊണ്ടുണ്ട പൂവ്, ചുവന്ന കളർ ചെമ്പകപ്പൂ. അത് ചെമ്പകപ്പൂ പോട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഗായ്സ്. കുപ്പത്തെത്തി. റോഡ് മൊത്തം മാറി കേട്ടോ. ഇങ്ങോട്ട് കാണുന്നുണ്ടോ? പുള്ളി കിട്ടോ. നമ്മളെ കുപ്പം പഴയങ്ങാടി റോഡില്ലേ, റോഡ് കയറി കുപ്പത്തെത്തുമ്പോഴത്തേക്ക് റോഡ് മൊത്തം മാറി. മിന്നാന്നവർ ഇങ്ങനെ അല്ല ഉണ്ടായത് കേട്ടോ. ഇവനെ പെട്ടെന്ന് ചേഞ്ച് ആയത്. നമ്മൾ NH-66 റോഡ് പണിയായതുകൊണ്ട് റോഡ് പണി നടക്കിയാൽ ഇതിപ്പോൾ കുപ്പ പാലം. നമ്മളങ്ങനെ പാലത്തിനടുത്ത്. ഞാൻ പിന്നെ ഇരുട്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ ഒന്നും കൂടുതൽ കാണിക്കുക, അതുപോലെ എന്താ പറയുക, ബടായി പൊട്ടിക്കാതെ നമുക്ക് അതിൽ കുറച്ച് അങ്ങ് വെച്ചിട്ട് ഒരു കുപ്പം പാലം. മഴ പെയ്യോന്നറിയില്ല, പൊടിയുന്നുണ്ട് ചെറുങ്ങനെ 1-2 തുള്ളി ഇങ്ങനെ ഉറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലേ ഇങ്ങനെ ചെറിയ ഇടക്ക്. ഇപ്പില്ലടാ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാട് ചെറുങ്ങനെ ഒന്ന് പൊടിയുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടത്തെ ഒരുപക്ഷെ മഴ ഉണ്ടാവും, ഇല്ലാതിരിക്കട്ടെ. ഉണ്ടായിക്കുന്ന ചിലപ്പോൾ ഗായ്സ് നമ്മൾ ശ്രീകണ്ഠപുരം എത്തിയട്ടോ. ശ്രീകണ്ഠപുരം എന്ത് രസമാണ് അറിയാം. നോക്കിയാൽ ഫുൾ ലൈറ്റിലായിട്ട് ഭയങ്കര രസം കേട്ടോ. ഇത് കണ്ട റോഡ് സൈഡിൽ ചെടിയും ലൈറ്റിലായിട്ട് നോക്കിയാൽ ഭയങ്കര രസം. നോക്കിയാൽ ചെടിയെല്ലാം കണ്ട അടിപൊളിയല്ലേ. ഇങ്ങനെ റോഡ് സൈഡിൽ ലൈറ്റെല്ലാം കൊടുത്ത് ശ്രീകണ്ഠപുരം ആ ജംഗ്ഷൻ വരെ ഇങ്ങനെ കണ്ടാ, സൈഡിൽ ഇൻ്റർലോക്കലിട്ട് അടിപൊളി കേട്ടോ. ഞാൻ രാത്രി പ്രോഗ്രാമെല്ലാം ഈ ഭാഗത്ത് കൊണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് വരുമ്പം കാണില്ല, പക്ഷേ ഇപ്പം കാണുമ്പോൾ വേറെ രസം. നോക്കിയേക്കണ്ട, ആ ലൈറ്റാണ് അങ്ങത്തോളം അടിപൊളി കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇവനെ, അടിപൊളിയാ, സൂപ്പർ. മിശിക തീർത്ഥാടന ദേവാലയം കേട്ടോ. ഓക്കെ, ഭയങ്കര രസം കേട്ടോ. സൈഡിൽ ഇങ്ങനെ ചെടിയും വെച്ച് ലൈറ്റും വെച്ച് നടക്കാൻ പോകുന്നുണ്ട് ആൾക്കാർ. നടക്കാൻ പോകുന്ന സമയമായി. ഇപ്പം 5:08 കേട്ടോ. 5:08 കണ്ടോ. സൈഡിലോട്ട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടോ. ശ്രീകണ്ഠപുരം എത്തിയാണ്. അങ്ങനെ ഈ ശ്രീകണ്ഠപുരം എത്തി ഗൈസ്. വിശക്കുന്ന് എന്തെങ്കിലും കഴിക്കണം. വരുമ്പം ഒരു ഹോട്ടലിൻ്റെ അവിടെ പുട്ടുണക്ക് നല്ല ചൂട് പുട്ട്. ഈശ് കയറണം വിചാരിച്ചിനി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് പിന്നെ ചവിട്ടിയിട്ടില്ല. അങ്ങനെ വിട്ട് ഇറങ്ങും നോക്കിയിട്ട് കയറാം. എന്തോളം ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഞാൻ ഫെസ്റ്റിന് കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ അപ്പുറത്തെ വർഷം ഫെസ്റ്റിന് പാട്ടോടാൻ വന്നിനി. ശ്രീകണ്ഠപുരം ഫെസ്റ്റ് ഏകദേശം കുറേ നമ്മുടെ കണ്ണൂരിൽ ഏകദേശം ഫെസ്റ്റെല്ലാം അതിൻ്റെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പഴശ്ശി ഡാം ഫെസ്റ്റ്, അതുപോലെ ശ്രീകണ്ഠപുരം ഫെസ്റ്റ്, പിന്നെ മുഴപ്പിലങ്ങാട് ഫെസ്റ്റ്, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ ഫെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ വർഷം ഉണ്ടായി. ഈ വർഷം 2 ദിവസം ഉണ്ടായി. പിന്നെന്താണെന്നാ, പിന്നെ പയ്യാമ്പലം ഫെസ്റ്റ്, പിന്നെ നമ്മളെ എന്താണിപ്പോൾ ചാൾ ബീച്ചിൽ കഴിഞ്ഞാലും ഉണ്ടായി എൻ്റെ പരിപാടി. ഇവിടെ ബിരിയാണി എന്നുള്ളതെല്ലാം കാണുന്നു ബോർഡിൽ. വേണ്ട ബിരിയാണി ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെറിയ ടൈപ്പിൽ സാധനം വേണ്ടി.
എനിക്ക് ഈ പുട്ട് അങ്ങനെ ഒന്നും പോകണം. അവിടെ പുട്ടിനെ മണടിച്ചിട്ട് പുട്ടിനോട് ഇതായിപ്പോയി. പുട്ടോ അപ്പം എന്തോ ഇല്ലെന്ന് എടുത്ത് കയറാം അല്ലേ, അങ്ങനെ കയറാം. പുട്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉള്ളെടുത്ത് കയറാം, അതാ നല്ല. കാരണം ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. തഫിയാക്കി തന്ന ചായ, ഒരു ഗ്ലാസ് ചായയിലുണ്ട്. അപ്പം കഴിക്കണം, എന്തായാലും മസ്റ്റായിട്ട് കഴിക്കണം. ചായ കുടിക്കാൻ വേണ്ടി കിട്ടിയിട്ടേ ഉള്ളത്. ചായയും ഒരു പുട്ട് വന്നിട്ടുണ്ട്. കറിയിപ്പം വരും കേട്ടോ. കറി എന്താണ് കഴിക്കട്ടെ. തോന്നില്ല കറിക്ക് വെച്ചാൽ തക്കാളി കറിയില്ലു. ഞാൻ പറഞ്ഞ പിന്നെ വേണ്ട. അപ്പോൾ കൊണ്ട് പറയുന്ന മുട്ടക്കറിയും ഉണ്ട്. ആരുടെ പാട്ട് വെച്ചേ പുട്ട് കുഴപ്പമൊന്നുമില്ല. നേരെ പുട്ടല്ല, ഓടക്കോയൽ പോലെ ഉണ്ടല്ലോ ഇത്. നേരെ പുട്ട്. മുട്ടക്കറി വരുന്നുണ്ട്, മുട്ടക്കറി കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ നല്ലോണം വിശന്നിന് കേട്ടോ. നല്ലോണം വിശന്നിന്. 2 പീസ് പുട്ട്. നമ്മളെ വീട്ടിലെ ഒരു പുട്ട്, മുട്ടക്കഷ്ണം, ഒരു മുട്ട ഉണ്ടായി. നമ്മളെ വീട്ടിലൊരു പുട്ടില്ലേ, ആ ഒരു പുട്ടിൻ്റെ അത്ര ഇല്ല ഈ 2 പുട്ടല്ലേ. അത്രയേ ചെറിയ ഓടക്കോയിൽ പോലത്തെ. കുഴപ്പമൊന്നുമില്ല, വേസലുണ്ട്. ഗായ്സ് നമ്മളിന്ന് വിടല കേട്ടാ. ഇത് ഇരുട്ടിയിലാണ് ചായ അടിക്കാൻ കയറി. ഇരുട്ടി എത്തിയപാട് കണ്ട ഒരു ചായക്കടയിൽ കയറിയതാണ്. പുട്ടും ദോശലും ഉണ്ടായി, അത് കണ്ടേരം കയറിയതാണ്. കുഴപ്പമില്ല, വലിയൊരു വൃത്തിയില്ലാന്ന് തോന്നുന്നല്ലേ. വലിയ വൃത്തിയില്ല, കുഴപ്പമില്ല. ഇപ്പം കയറി അപ്പം പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇരുട്ടിയിൽ നിന്ന് വിടുകയാണ്. ഇനി നേരെ ചുരം കയറുക, വിടുക. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കുറച്ച് മുമ്പ് കൂർഗിലേക്ക് പോയാലോ, ഞാൻ തഫിനെയും ഇനുവിനെയും കൂട്ടിയിട്ട് എരുമാട് പോയി. നമ്മളെ വീടുണ്ട് അവിടെ, ഇക്കാക്കൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോയാലോ പോകുമ്പോൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കേരളം കഴിഞ്ഞ്, അതായത് കേരള കർണാടക ബോർഡറില്ല, ചൂരത്തിൻ്റെ അവിടെ മുതൽ, അതായത് നമ്മളെ ബോർഡർ മുതൽ അങ്ങോട്ട് കംപ്ലീറ്റ് റോഡ് മോശമായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ അറിയില്ല. ഇപ്പോൾ ഒരു പക്ഷേ നന്നാക്കിയിട്ടുണ്ടാവും, നോക്കാം. അതിന് ശേഷവും പോയി 1-2 വട്ടം. അതിന് ശേഷം 2 വട്ടം പോയി നോക്കാൻ കൊള്ളു. ഗായ്സ് മഞ്ഞ് തന്നെ പറഞ്ഞാലുണ്ടല്ലോ, ചെതി മഞ്ഞ് കേട്ടോ, അടിപൊളി മഞ്ഞാ. കാണിച്ചു തരാം. മല കാണുന്നുണ്ടെങ്കിൽ മല ഓക്കെ, മലയെല്ലാം ഗംഭീരം മഞ്ഞിലുള്ള. ഈ കണ്ട ഇപ്പുറത്തെ വളപ്പെല്ലാം കണ്ട, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിപ്പം വളവ് പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, വളവ് പാറ. ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് ക്ലൗഡില്ല, മഞ്ഞില്ല. ബട്ട് ഇവിടുന്ന് ഇതാ തൊട്ടപ്പുറം കാണുന്നെല്ലാം മഞ്ഞാ. കാണുന്നുണ്ടോ ഇതങ്ങ് അവിടെ കണ്ടോ. എല്ലാം മഞ്ഞാട്ടോ, ഭയങ്കര മഞ്ഞിറങ്ങി കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ തന്നെ രാവിലെ നല്ല മഞ്ഞായിരിക്കും. ഇവിടുന്ന് മഞ്ഞില്ല കേട്ടോ, പക്ഷെ അങ്ങോട്ടേക്ക് ഭയങ്കര മഞ്ഞാണ്. പിന്നെ ചുരം കയറുമ്പോൾ അറിയാൻ എന്താ അവസ്ഥ. ചുരം കയറുമ്പോൾ എന്തായാലും നല്ല മഞ്ഞായിരിക്കും എനിക്ക് തോന്നുന്നു. ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് ആ ചുരം കയറണ്ടി, അങ്ങോട്ട് മഞ്ഞുണ്ട് കേട്ടോ. ഇതാ മഞ്ഞിങ്ങനെ പാസ് ആവും ഗൈസ്. അങ്ങനെ നമ്മൾ കേരള കർണാടക ബോർഡർ പാലം, കൂട്ടുപുഴ, കേരള കർണാടക ബോർഡറാണ്. നമ്മളിതാ കർണാടകയിലേക്ക് പോവുകയാണ്. ഇതാ കർണാടകത്തിൽ. ഇവിടുന്ന് മുതലാന്ന് റോഡ് കംപ്ലൈൻറ്റ് ഉണ്ടായേ. നോക്കട്ടെ, ഇതിപ്പം റോഡ് ടാർ ചെയ്തിട്ടില്ല. ബട്ട് കല്ലെല്ലാം ഇട്ടിട്ട് ആ കുഴികളൊക്കെ ആക്കി. വലിയ കുഴികളുണ്ടായിന് ഇവിടെ. അത് ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താ പറയുക, ജില്ലയിലോട്ട് സ്ട്രൈറ്റ് ആക്കി. ബട്ട് ടാർ ചെയ്തിട്ടില്ല. ഇത് വലിയ കുഴപ്പമില്ല, ഇങ്ങനെ നല്ല പോവാം. അന്ന് വളരെ അബദ്ധമായിരുന്നു ഗൈസ്, ഭയങ്കര അബദ്ധമായിരുന്നു. ഫോറസ്റ്റ്, ഇതാണ് ഗൈസ് ഫോറസ്റ്റ്. കർണാടക നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്, ടയർ എടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, അങ്ങനെ അറിയാം. എന്തായാലും നല്ല മൂടാണ്. ഇപ്പം വലിയ മഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. മരങ്ങളായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. പക്ഷികളുടെ സൗണ്ടും കുറേ വൈകും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ചുരം കണ്ടോ, റോഡ് കണ്ടോ, വളവിനെല്ലാം പോക്കാം. ഇതന്നെ അന്നും അവസ്ഥ, മാറിയിട്ടൊന്നുമില്ല, റോഡ് നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ.
കേരളം കഴിഞ്ഞ് കർണാടക കയറിയ ബോർഡറില്ലേ, അതായത് പാലം കഴിഞ്ഞ പാട് കുറച്ച് കളച്ചിട്ടിനി, അതായത് കളച്ചിട്ട് എന്താ പറയുക ലെവലാക്കിനി, താർ ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് ഇപ്പുറത്തുമ്പോഴത്തേക്ക് പഴയ റോഡ് തന്നെ, അതായത് പൊട്ടിപ്പോളുന്ന റോഡ് തന്നെ. ഇവിടെ എല്ലാം കുറച്ച് നല്ല തന്നെ, പക്ഷേ ഇതെല്ലാം കണ്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡ്, പക്ഷെ വളവിനെല്ലാം പോയി. ഗായ്സ് പിന്നീടല്ല എൻ്റെ ബാക്കിലെടുത്ത് ഇരിക്കുന്നുണ്ട്. ഓനിക്ക് പിന്നെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഉണ്ടല്ലോ എന്നാ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാം കേട്ടോ. ചുരല്ലേ, നല്ല ടൈമാണ്. ഇപ്പം 6:46, 6:45, രാവിലെ 7 മണിയാകുമ്പോൾ. ഇപ്പോൾ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്ന സമയം, രാവിലെ നാസ്ത കഴിക്കാൻ പോകുന്ന സമയമാണല്ലേ. യെസ്, വെള്ളം കുടിക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഒരു പക്ഷേ കാണാം. ഇതാണ് ക്രോസിങ്, ആനിമൽ ക്രോസിങ് കണ്ടോ, ബോർഡ് കണ്ടോ. ഇതുപോലുള്ള കിട്ടണം സാധനമാണ് വരുന്നുണ്ടോ. ഓ ക്ലിയറിലാണ്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു മാന്യങ്കം കാണും. ഭാഗ്യം ഉണ്ടെങ്കിൽ ആനനെ കാണാം, പുലിനെ കാണാം, കടുവ കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാട്ടാ. ഇപ്പോൾ റോഡ് സൈഡിൽ ഓരോ ബോർഡ് ഉണ്ടാവും. ഈ ഓരോ മൃഗങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഓരോ മെയിൻ സ്ഥലങ്ങളുണ്ട്, അവരെ വഴി റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം, പുലി ക്രോസ് ചെയ്യുന്ന സ്ഥലം, പാമ്പുകൾ കൂടുതലുള്ള ഏരിയ, ഇതൊക്കെ ബോർഡുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബോർഡെല്ലാം വരുമ്പോൾ ആ ഭാഗത്തൊരു പക്ഷേ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാം. ഓക്കെ, എന്താ കാണിച്ചത്. ഇത് കോൺക്രീറ്റ് ആവും അല്ലേ? ഇവിടെ എല്ലാം കോൺക്രീറ്റ് റോഡല്ലേ, ഇതെല്ലാം കോൺക്രീറ്റ്. ഇത് കുഴപ്പമില്ലപ്പോൾ. കോൺക്രീറ്റ് ആകുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇവിടെ എല്ലാം കോൺക്രീറ്റ് ആവും, കുഴപ്പമില്ല. കുറച്ച് ചെറിയ സ്ഥലങ്ങൾ കോൺക്രീറ്റ്. അത്യാവശ്യം ഒരു കുരങ്ങിനെങ്കിലും കാണണ്ടേ നമുക്കല്ലേ ഇവനെ? ഒരു കുരങ്ങിനെങ്കിലും കാണണ്ടേ? കുരങ്ങിനെങ്കിലും നമ്മൾ കാണും. ഓ ഗൈസ്, ഒരു വളവ് കഴിയുമ്പോഴത്തേക്ക് നല്ല റോഡ് കേട്ടോ, കിട്ടില്ലം പോലത്തെ റോഡ്. താറ ചെയ്ത് അടിപൊളിയാക്കി കേട്ടോ. നമ്മൾ ചുരം കയറിയെന്നല്ലേ, അപ്പോൾ ഒരു വളവ് കഴിയുമ്പോഴത്തേക്ക് നല്ല കിട്ടില്ലം പോലത്തെ റോഡ്. ഇത് എത്ര പേര് ഉണ്ടെന്ന് അറിയില്ല, നോക്കാം. മുകളിൽ വരെ കിട്ടിയാൽ ഭാഗ്യം, നല്ല റോഡ്. ഗൈസ്, നമ്മങ്ങനെ ചുരം കയറി എത്താനായി കേട്ടോ. ചുരത്തിൻ്റെ ടോപ്പിലെത്താനായി. ഭയങ്കര തണുപ്പോട്ടാ, കാലെല്ലാം ഇങ്ങനെ കോടിയിട്ടുണ്ടല്ലോ. ഭയങ്കര തണുപ്പ് കേട്ടോ. തണുപ്പ് പറയാ. നമ്മ കൊണ്ടൊരു ലോറീനെ ഫോളോ ചെയ്യാം. ലോറീൻ്റെ തൊട്ട് ബേക്കിൻ്റെ കൂടി ഇങ്ങനെ പോയി. കാരണം ലോറീൻ്റെ ചൂട് കിട്ടുമ്പോൾ എന്തോ സുഖമെന്നറിയാം. ലൈറ്റായിട്ട് ചൂട് കിട്ടുമല്ലോ വണ്ടിയിലെ. അതുകൊണ്ട് ഇങ്ങനെ ലോറീൻ്റെ ബേക്കിൻ്റെ പോയി. ഭയങ്കര തണുപ്പ്, കാലം മരവിച്ച് എന്ന് പറയാം. ഇടക്ക് അത് ചുരത്തിൻ്റെ സെൻറ്ററിലെല്ലാം ഭയങ്കര തണുപ്പ്. ഗായ്സ്, നമ്മളിങ്ങോട്ട് എത്തിയട്ടാ. ഇവിടുത്തെ റോഡ് കാണണോ? റോഡുണ്ടോ? എന്ത് റോഡാണ് ഗൈസ്. ഇത് ഏത് റോഡ്? ഇതിങ്ങെത്തിയാമ്മ. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ അറിയാം? ഇനി 10 കിലോമീറ്റർ വരെ പോകാനല്ലോ. ഇനി 10 കിലോമീറ്റർ നമുക്ക് ഓടാനല്ലോ നമ്മളെ ലൊക്കേഷൻ എത്രയെങ്കിലും. പക്ഷേ അതായത് 18 മിനിറ്റ് ഓടണം. നോക്കിയ റോഡ് പപ്പടം പോലെ ഉണ്ട്. ഓക്കെ, ഫുൾ പൊട്ടി പോലുണ്ട്. തണുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ തണുപ്പ്. മക്കളെ, തണുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തണുപ്പ് അൺസൈക്കബിൾ, സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എത്തി ഗൈസ്, അടിപൊളി സ്ഥലം കേട്ടോ. കാപ്പിത്തോട്ടം ഉണ്ട് സൈഡിൽ. 2 സൈഡിലും കാപ്പിത്തോട്ടം. എന്നാൽ ഹോട്ടൽ റൂംസ്. AC ആൻഡ് നോൺ AC. എന്തിനാടാ ഇവിടെ AC? ഇവിടെ എന്തിനാണ് AC? ഇതൊരു ഹോട്ടൽ റൂംസോ? AC-ൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ. തണുപ്പ് നമ്മൾ അഡ്ജസ്റ്റ് നടക്കുക. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വീട്ടിലെല്ലാം ഫാൻ ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമാണ്. ഫാൻ ഉണ്ടാവും അല്ലേ? ആവശ്യത്തിനിടല്ലോ.
ഫാനുണ്ടാവും. AC എന്തായാലും ഉണ്ടാവില്ല. AC ആവശ്യമില്ല ഇവിടെ. എരുമാടൻ്റെ ഇത്താത്തൻ്റെ വീടുണ്ട്. അവിടെ ഫാനുണ്ട്. ഫാനുണ്ടാ ഉണ്ട്. ഫാനുണ്ടെന്ന് തോന്നുന്നു. AC ഇല്ല. AC അവിടെ ആ ഭാഗത്തുനിന്ന് ആരും വെക്കില്ല. ഇവിടെ ഒന്നും വെക്കല്ല ആൾക്കാർ. AC ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഭയങ്കര ചെടി കേട്ടോ. എല്ലാ വീടുകളിലും ഭയങ്കരമായ ചെടികളാണ്. ഫുൾ ചെടികൾ. കാരണം നല്ലോണം ചെടി പിടിക്കും ഇവിടെ. ചെടി കായ്ച്ച് വളരും. എന്താ പറയടാ, ചെടി നല്ലോണം വളരും. പന്തലിക്കും. വളർന്ന് പന്തലും. ചെടിയിൽ പൂവെല്ലാം ഉണ്ടാവും ഇഷ്ടം പോലെ. നല്ല രസമാണ്. വയലറ്റ് ചെടിയിലുണ്ട് ഇപ്പം വരുമ്പോൾ. വയലറ്റ്. പിന്നെ ചക്ക, ഒരുപാട് ചക്ക ഉണ്ട് ഗൈസ്. ചക്ക 1.5 ചക്കയാണ്. ഇതാ കാണുന്നുണ്ടോ? കംപ്ലീറ്റ് ചക്ക കണ്ടോ? ചക്ക ഉണ്ടോ? ചക്ക അത് ചക്കപ്ലാവ്. പിന്നെ നാരങ്ങൻ്റെ മധുരാരങ്ങില്ലേ നമ്മളെ, മധുരാരങ്ങൻ്റെ മരമുണ്ട്. കുറച്ച് നീളത്തിൽ പോകുന്ന മരമാണ്. ഇതാന്ന് പറയാം മധുരാരങ്ങൻ്റെ മരം. അത് ചക്ക ഉണ്ടോ? അയ്യോ. പിന്നെ ഇവിടെ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഇവിടെ കൂടുതലും വാഹനങ്ങൾ, കൂടുതലും ഓമ്നി, പഴയ ഗുണ്ടകളെ വണ്ടിയില്ലേ, ഗുണ്ടകളെ വണ്ടി. ഇത് അങ്ങൊന്ന് പോകുന്നുണ്ട് അതിലൂടെ. പിന്നെ ഇപ്പോൾ ഒരു ഓമ്നി ഇതിലൂടെ പാസ്സായി. ഓമ്നി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പഴയ 800 മാരുതി 800 ഇല്ലേ, അത് ഇഷ്ടം പോലെ ഉണ്ട്. ഓമ്നിയാണ് കൂടുതൽ. പിന്നെ ബൈക്കിൽ അപ്പാച്ചി ഇല്ലേ, അപ്പാച്ചി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചോദിക്കും നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ അപ്പാച്ചി ഇല്ലല്ലോ അങ്ങനെ. അപ്പാച്ചി ബൈക്കില്ല. അപ്പോൾ അപ്പാച്ചി ബൈക്കെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ചെറിയ ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ടെല്ലാം കൊണ്ടുവന്ന് കൊടുത്തെന്ന് തോന്നുന്നെല്ലാം അപ്പാച്ചി ബൈക്കാണ് കൂടുതലേ. അപ്പാച്ചി ഇതാ അപ്പാച്ചി കണ്ട. ആ പോയ ബൈക്ക് അപ്പാച്ചി. പിന്നെ വേറെ വണ്ടി ഇതാ കാറിൽ 800 കണ്ടോ. 800 വരുന്നുണ്ടോ? 800 ഇഷ്ടം പോലെ ഉണ്ട്. കാറിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ 4 വീലിൽ ഓമ്നി വാൻ ഇഷ്ടം പോലെ.